ഗൈസ് വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കപ്പൊതിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ, ഏലക്ക പൊടിച്ചത്, ചക്ക വഴറ്റിയെടുത്ത് മിക്സിയിലിട്ട് അരച്ചത്, പിന്നെ അരിപ്പൊടി, ശർക്കര ഉരുക്കിയത്, പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇല വാട്ടിയത്, വാഴയില വാട്ടിയത്. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊഴിച്ച് ഇനി നമ്മൾ അത് ഒരു കയ്യിൽ വെച്ച് ഇളക്കാണ്. നല്ലപോലെ ഇളക്കണം. പിന്നെ നമ്മളിതാ ഈ മിക്സിയിലിട്ട് അരച്ച ചക്ക ഇടണം. നമ്മളിതാ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കുക. ഇതിൽ ചക്ക വേറെ അരിപ്പൊടി വേറെ ആവരുതേ. ഇനി നമ്മൾ നാളികേരം ഇടാൻ പോവുകയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇളക്കാം. പിന്നെ നമ്മൾ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇളക്കുകയാണ്. ഇനി നമ്മൾ ഒഴിക്കുന്നത് ശർക്കരയിൽ വെള്ളം ഇത്തിരി ഒഴിച്ചിട്ടാണ്. ഇനി നമ്മളിതാ ഇളക്കാൻ പോവാണ്. നല്ലപോലെ ഇളക്കണം. ഒരു മാവ് പോലെ ആവണേ. നമ്മൾ പിന്നെ ഒഴിക്കുകയാണ്. നല്ലപോലെ ഇളക്കണം. ഇലയിൽ മാവ് ഒഴിക്കുകയാണ്. ഒഴിച്ചു. ഇനി നമ്മൾ പൊതിയാണ്. അപ്പോൾ ദാ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ചക്കപ്പൊതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വേറെ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കെട്ടേണ്ടത്. ഇതാ രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്.
അപ്പം നമ്മളെല്ലാതും അതെല്ലാതും പൊതി അടയും കൂടിയാണ് എല്ലാം കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കിളിച്ചമ്പിൽ വെച്ച് ആവി കയറ്റി അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ തട്ടുകൾ എടുത്ത് വെച്ച് 2 തട്ട് വെച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവരും ഒന്ന് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികളെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും. അടയാണ്, ഹെൽത്തി ഫുഡാണ്. ഇത് ആവിയിൽ വെച്ച് വേവിക്കുകയാണ്. എന്താണ് പൊതി എന്ന് പറഞ്ഞത്. എല്ലാം പൊതി ആക്കാൻ പറ്റിയില്ല, കട്ടിയില്ല. അപ്പോൾ പിന്നെ അട പോലെയാക്കി. നല്ല വേവുണ്ട് ഇതിന്. അതിൽ തന്നെ കപ്പ വെച്ച് പറ്റില്ല ഗൈസ്. അപ്പോൾ ഇത് വെച്ച് വേവിച്ചിട്ട് ആണ് പറയണ്ടേ. വെന്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കൂ, കഴിക്കൂ, സബ്സ്ക്രൈബ് അടിക്കൂ, ബെൽ ബട്ടൺ അമർത്തൂ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ. അപ്പോൾ ഞങ്ങൾ അട റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് പൊതിയാണ്. പൊതിഞ്ഞ പറഞ്ഞാൽ അത് നാര് വെച്ച് കെട്ടിയിട്ട് ഇതാണ്. മറ്റേ അട വേറെ. നല്ല സോഫ്റ്റാണ്. നന്നായി സോഫ്റ്റായിരിക്കുന്നുണ്ട് കേട്ടോ.